ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇപ്പോൾ ഇതാ ന്യൂ ഇയർ ആയിട്ട് ഇന്നാണ് കേട്ടോ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഒന്നുമല്ല, കുറച്ച് ദിവസം അങ്ങനെ മടി പിടിച്ച് നിന്നു. അപ്പോൾ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വീടൊന്ന് ഉഷാറാക്കി എടുക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മളെ വാളിലൊന്നും ലൈറ്റ് ഇല്ല കേട്ടോ. ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സിദ്ധിയൊക്കെ അവിടെ കീറുന്നത്. അപ്പോൾ അങ്ങനെ കീറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് വയറിങ് ചെയ്യുക. വയറിങ്ങിന് നമ്മളെങ്ങനെ ചെയ്തിക്കണമെന്ന് വെച്ചാൽ ചെറിയ റോസ് പോലത്തെ പൈപ്പ് വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ വയർ ചെയ്തിട്ടുള്ളത്. കാരണം ചുമര് പുറത്തേക്ക് തള്ളി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പുറത്ത് കൂടെ അല്ല, അതിനാണ് നമ്മൾ ഇങ്ങനെ ചാല് കീറിയിട്ടില്ലേ ചുമര് കൂടെ. ഇനി ആ വയറിങ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വൈറ്റ് സിമെൻറ്റും ഒരു പശയുടെ പൗഡറും കൂടെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇനി അത് വയറിങ് ചെയ്തതിൻ്റെ മേലെ കൂടെ തേക്കാനിട്ട് ചെയ്യുക. പുറത്തേക്ക് കവിഞ്ഞ് നിൽക്കാത്ത രൂപത്തിൽ വേണം നമ്മൾ തേക്കാൻ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. പിന്നെ അത് നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തേക്കണം, ഇല്ലെങ്കിൽ അത് കട്ട പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പണികളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ പുറത്തൊരു ആൾക്ക് നമ്മൾ ഈ വർക്കൊന്നും കൊടുക്കലില്ല. ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യുക. അതും സിദ്ധിയാക്കുവിൻ്റെ ഒഴിവിനനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഈ വർക്കൊക്കെ ചെയ്യണത്. അങ്ങനെ ഏകദേശം നമ്മളെ വൈറ്റ് സിമെൻ്റൊക്കെ എല്ലാ ഭാഗത്തും ഏകദേശം തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ സിദ്ധിയാക്കു പെയിൻറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. സിദ്ധിയാക്കു പെയിൻ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ജനൽക്കാട്ടിൽ ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു വൈലറ്റ് കളറായിരുന്നു. പിന്നെ നമ്മൾ അതൊക്കെ വൈറ്റ് ആക്കാനാട്ടോ കരുതുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നല്ലോണം തുടക്കണം, കാരണം നല്ല പൊടിയും ചളിയും ഉണ്ടാവും. എന്നിട്ട് വേണം നമ്മൾ പെയിൻ്റ് അടിക്കാൻ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഫോണിങ്ങനെ പിടിച്ച് വീഡിയോ എടുക്കുകയാണെന്നുള്ളൂ കേട്ടോ. നമ്മളും കൂടെ ഉണ്ടെങ്കിലേ ഇവർക്കും ഇങ്ങനത്തെ വർക്കിനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വീട്ടിലെ പെണ്ണുങ്ങളും കൂടിയും കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇതൊക്കെ ഇങ്ങനത്തതൊക്കെ വൃത്തിയായിങ്ങാണ്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളുടെ വൃത്തിക്ക് ചെയ്യാൻ പറ്റും, നമ്മളെ ക്യാഷ് പോവില്ല. അങ്ങനെ മുകളിലത്തെ ജനൽ പൊളികളൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സിദ്ധിയൊക്കെ ഏറ്റവും മുകൾക്കാണ് കേട്ടോ കയറിയിട്ടുള്ളത്. ഹായ്. അവിടെ എവിടെയും തൊടണ്ട, എപ്പോൾ ചാരണ്ട. യാ ഓൻ വലിയ കുടിക്കാൻ വേണ്ടി വെള്ളം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുന്നിട്ട് ഓനവിടെ കയ്യേക്കും. ഇത് പെയിൻ്റ് എടുത്തീനാ? അങ്ങനെ ഏറ്റവും മുകൾ ഭാഗമൊക്കെ കഴിഞ്ഞു. ഇനി താഴത്താണ് കേട്ടോ നമ്മൾ അടിക്കണത്. ഇതൊന്നും ഒരു ദിവസത്തെ വർക്കല്ല കേട്ടോ, പല ദിവസങ്ങളിലായിട്ട് എടുത്തതാണ്. എങ്ങനെ നീക്കി കൊടുത്താൽ മതില്ലേ മേലക്ക് ഇങ്ങനെ ഒരു ഐഡിയ. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ വീട് പെയിൻ്റ് അടിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എന്നാൽ കയ്യിൽ ക്യാഷും ഇല്ലയെന്ന് വിചാരിക്കുക. നമുക്കൊരു റോളും അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പെയിൻറ്റും വാങ്ങിച്ചിട്ട് ഇതൊക്കെ നമുക്ക് തന്നെ അടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഒന്നൊരു പ്രശ്നമല്ല, നമ്മളെ തന്നെ അല്ല, ആരും ചോദിക്കാൻ വരില്ല. നമുക്ക് വേണ്ട കളർ കൊടുത്തിട്ട് ഒരു റോളുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് തന്നെ അടിച്ചെടുക്കാം. നമ്മൾ ഒഴിവിനനുസരിച്ച് കുറച്ചീച്ചായിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മളെ മതിലിന് പെയിൻ്റ് കൊടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ എന്തെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്